കൊല്ലം കുണ്ടറയിൽ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് യുവാവ് മരിച്ചുവെന്ന ആരോപണത്തിൽ കേസന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടു. ഹൃദയത്തിലെ അണുബാധയാണ് സിയാദിന്റെ മരണകാരണമെന്ന് റൂറൽ എസ് പി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സിയാദിനെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട നടപടിക്രമത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. കുണ്ടറയിലെ കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ വിശദമായ അന്വേഷണത്തിനാണ് ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പോലീസിനെതിരെയുള്ള മർദ്ദന പരാതി, നടപടിക്രമങ്ങളുടെ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും. സിയാദിന്റെ മരണം ഹൃദയത്തിലെ അണുബാധ മൂലമെന്നാണ് പ്രാഥമിക വിവരമെന്നും പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി ഷാജി സുഗതൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഹെപ്പറ്റൈറ്റിസ് സി ബാധിച്ച് ആണ് അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്കൊരു പൂർണ്ണ രൂപം കിട്ടത്തുള്ളൂ. സിയാദിനെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടിക്രമങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. കസ്റ്റഡിയിലെടുത്തു വിടുമ്പോൾ വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്താത്തത് ഗുരുതര വീഴ്ച എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം സിയാദിനെ മറ്റൊരാൾ മർദ്ദിച്ചു എന്ന പിതൃ സഹോദരന്റെ മൊഴി വിവരങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. തന്നെ ഒരാൾ മർദ്ദിച്ചു, അയാളെ തിരിച്ചടിക്കണമെന്ന് സിയാദ് ഫോണിൽ വിളിച്ചു പറഞ്ഞു എന്നാണ് ബന്ധുവിന്റെ മൊഴി. സിയാദ് മരിച്ച 25-ാം തീയതിയാണ് മർദ്ദനവുമായി ബന്ധപ്പെട്ട മൊഴി പോലീസിന് നൽകിയത്. അതേസമയം ജീപ്പിൽ വെച്ച് സിയാദിന് മർദ്ദനമേറ്റു എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. റിപ്പോർട്ടർ, കൊല്ലം.